ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല നാടൻ ബീഫ് ഉലർത്തിയതാണ്. ഇതിനു വേണ്ടി ആദ്യം തന്നെ മല്ലിപ്പൊടി വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം മല്ലിപ്പൊടി വറുത്തെടുക്കാൻ. തീ കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മല്ലിപ്പൊടി നന്നായിട്ട് റോസ്റ്റായി കിട്ടില്ല. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. മല്ലിപ്പൊടി ഇപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതുപോലെ നല്ലൊരു മണവും വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കിലോഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ച ബീഫാണ്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത മല്ലിപ്പൊടി ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് കൈകൊണ്ട് ഇത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കാം ബീഫിലേക്ക്. നമ്മൾ ചേർത്ത പൊടികളൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിച്ചിരിക്കണം. നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. പൊടികളൊക്കെ ബീഫിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ ഇതുപോലെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. അരമണിക്കൂറിന് ശേഷം നമുക്ക് ബീഫ് ഉലർത്തിയത് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബീഫിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ബീഫ് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ബീഫ് മുഴുവനും പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പ്രഷർ കുക്കർ നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. ഇനി ബീഫിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കാം. സാധാരണ വെള്ളമാണ്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഈ പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 7-8 വിസിൽ വരുന്നത് വരെ ബീഫ് നന്നായിട്ട് വേവിക്കാം. ചില ബീഫിന് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു 7-8 വിസിലുകൊണ്ട് തന്നെ വേവെന്ന് വിചാരിക്കുന്നു. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുന്നതാണ് നല്ലത്. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചിലപ്പോൾ അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 7-8 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഏഴെട്ട് വിസിലിന് ശേഷം ഞാൻ ഈ പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും ഇവിടെ അടച്ചു വെക്കാം. ഇനി നമുക്ക് ബീഫ് ഉലർത്തിയതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടി റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു പട്ട ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട മതി. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം പൊടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 3 ഗ്രാമ്പു ചേർക്കാം. 2 ഏലക്കായ് ചേർക്കാം. 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക്. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കൂടുതൽ സമയം റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ ജാറിലിട്ട് പൊടിച്ചാൽ മതി. ഇതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു അല്പം വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് തേങ്ങ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സാധാരണ തേങ്ങയാണ്, കൊപ്രയൊന്നുമല്ല. അപ്പോൾ തേങ്ങ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തത് ഒരു 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് വഴറ്റാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് ചെറിയ ഉള്ളി, അതായത് ചുവന്നുള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ടൊന്നുമില്ല, തൊലി കളഞ്ഞ് കഴുകിയെടുത്തതാണ്. അരക്കപ്പ് ചെറിയ ഉള്ളി അത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ട് വഴറ്റി സവാളയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ കളർ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. അത്രയും സമയം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതുപോലെ ഇതിൽ ചേർത്തിരിക്കുന്ന തേങ്ങയും നന്നായിട്ട് ഫ്രൈ ആവണം. ഉള്ളിയും സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് മുഴുവൻ ഗ്രേവിയോട് കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. തക്കാളി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലപ്പൊടി 3 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയും മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം. നമ്മുടെ ബീഫും തക്കാളിയും സവാളയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് യോജിച്ച് നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരല്പം കൂടി കറിവേപ്പില ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ മസാല പൗഡർ നമ്മൾ നേരത്തെ പൊടിച്ചത് ബാക്കിയുള്ളത് ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ മസാലയുടെ ഫ്ലേവർ വേണമെന്നുള്ളവർക്ക് ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് അധികം മസാലയുടെ ഫ്ലേവർ ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഉലർത്താണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്